രാജമൗലി മഹേഷ് ബാബു കൂട്ടുകെട്ടിൽ വരുന്ന ഏറ്റവും പുതിയ ചിത്രം അതിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് എന്ന് പറയാം. പക്ഷെ അത് നായകന്റെ ഫസ്റ്റ് ലുക്ക് അല്ല, അത് ടൈറ്റിൽ റിവീൽ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മുടെ സ്വന്തം രാജുവേട്ടന്റെ ഒരു ഫസ്റ്റ് ലുക്ക് അവർ ഔട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇത് കാണാം. ഇത് ആക്ച്വലി ഈ ഇദ്ദേഹം ഇങ്ങനെ ഒരു ഇതിലിരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു ലൊക്കേഷൻ വീഡിയോ പണ്ട് ലീക്ക് ചെയ്തിട്ടുണ്ട്. കുറെ നാൾ മുമ്പ് ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. അന്നേരം അത് ഒഫീഷ്യൽ ആണെന്നുള്ള കാര്യം ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല, രാജുവേട്ടനാണെന്നുള്ള കാര്യവും പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ആ ഒരു ഗെറ്റപ്പിൽ തന്നെയാണ്, ഇങ്ങനെ ഒരു വീൽ ചെയർ ഇരിക്കുന്ന സാധനം തന്നെയാണ്. പക്ഷേ നമ്മുടെ സ്പൈഡർമാൻ 2 ആണ്. സ്പൈഡർമാൻ 2വിനകത്ത് നമ്മുടെ വില്ലന്റെ ഒരു സെറ്റപ്പിലുള്ള ഭയങ്കര ക്രൂരനായിട്ടുള്ള ഒരു സയന്റിസ്റ്റ് എന്തോ സെറ്റപ്പാണ്. ഇതിന്റെ ജോണർ എന്താണെന്നോ ഇതെന്താണെന്നോ പരിപാടി എന്നുള്ളോ ഒന്നും ഇതുവരെ ഒന്നും റിവീൽ ആയിട്ടില്ല. ഒരുപാട് റൂമേഴ്സ് ഒക്കെ വരുന്നുണ്ട്, ഒരുപാട് ഹോളിവുഡ് ആക്ടേഴ്സ് ഒക്കെ ഇതിനകത്തുണ്ടെന്ന്. പക്ഷേ മെയിൻ വില്ലനായിട്ട് നമ്മുടെ രാജുവേട്ടൻ തന്നെ ആയിരിക്കണം. ഇതിന്റെ ഏറ്റവും ഫസ്റ്റ് എഴുതിയിരിക്കുന്ന SS രാജമൗലി സിനിമ അല്ലെങ്കിൽ SS രാജമൗലി ഫിലിം എന്നുള്ളത് മാത്രമാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയൊരു ഹൈപ്പ് എന്ന് പറയുന്നത്. പക്ഷെ കൊള്ളാം, ഇത് ഭയങ്കര രാജുവേട്ടൻ്റെ ഒരു കണ്ടിട്ടില്ലാത്തൊരു സെറ്റപ്പിൽ നമുക്ക് കാണാം. അതായത് രാജമൗലിയുടെ സിനിമയിൽ അങ്ങനെ ഒരുമാതിരി അഭിനയിക്കുന്ന ഒരാൾ പോലും ഭയങ്കരമായ പെർഫോമൻസുകൾ തരുന്ന നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ രാജുവേട്ടനെയൊക്കെ സംബന്ധിച്ച് ഇതൊക്കെ സിമ്പിൾ സാധനമായിരിക്കും. പക്ഷെ കൊള്ളാം, ഒരു ഫസ്റ്റ് ലുക്ക് എന്നൊരു രീതിയിൽ ഇതിന്റെ ഒരുപാട് മഹേഷ് ബാബുവിന്റെ ഫസ്റ്റ് ലുക്ക് എനിക്ക് തോന്നുന്നു November 15 റിലീസാകുന്നത്. അതെന്തോ ഒരു വലിയൊരു ഇവന്റ് ആയിട്ടൊക്കെയാണ്. ജെയിംസ് കാമറോൺ ആണ് ഔട്ട് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത് റൂമറാണ്, അറിയില്ല എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യം. അതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരും വഴിയേ വരട്ടെ. പക്ഷെ ഈ ഒരു ഫസ്റ്റ് ലുക്ക് കൊള്ളാം. കുംഭ എന്നാണ് അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന്റെ പേര്. കൊള്ളാം. എന്തൊക്കെ സംഭവമാണെന്നുള്ളത് രാജമൗലിയാണ്, നമ്മൾക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം. കിടിലൊരു ഫസ്റ്റ് ലുക്ക്. നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് ലുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അഭിപ്രായം പറയാം.